ഹൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഹോം തിയേറ്റർ ഉണ്ട്, നമ്മൾ റൂമിൽ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് പണ്ടത്തെ ഒരു 5.1 ഒരു ഹോം തിയേറ്ററാണ്, ബ്ലൂടൂത്ത് ആക്കിയെടുത്ത ഹോം തിയേറ്ററാണ്. അതിൽ ബ്ലൂടൂത്ത് ആയിരുന്നില്ല, പണ്ടത്തെ മോഡലേ കാരണം. പിന്നെ നമ്മുടെ ഹോം തിയേറ്റർ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ ആദ്യമായി കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഗൈസ് നമ്മുടെ ഹോം തിയേറ്ററിൻ്റെ ഫ്രണ്ട് ഭാഗം. അതിനിടയ്ക്ക് നമ്മുടെ സബ് സെറ് സെൻറ്റ് മാസ്റ്റർ യൂണിറ്റ് ഇതെല്ലാം പറഞ്ഞ സയൻസ് കൊടുത്തിട്ടുണ്ട് ഇതിൽ. പിന്നെ നമ്മുടെ ബാക്കിലേക്ക് പോവുകയാണ് നമ്മുടെ ഇത് കൊടുത്തിട്ടുണ്ട്. കോളി സിസ്റ്റം നമുക്കറിയില്ല, നോക്കണം. ഇവിടെ നമ്മുടെ ഇൻപുട്ട് 2 ഇഞ്ച് ഇൻപുട്ട്, റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞായിട്ട് കുറേ കളറും ഇതും കൊടുത്തിട്ടുണ്ട്. ഓഫ് ഓൺ സ്വിച്ചും കൊടുത്തിട്ടുണ്ട് ഇതിൽ. ഇവിടെ ആയിട്ടാണ് നമ്മുടെ സ്പീക്കറിൻ്റെ സബ് വൂഫർ വരുന്നത്. ഇതാണ് ഹോം തിയേറ്ററിൻ്റെ സബ് വൂഫർ. ഉണ്ടാവും പണ്ടത്തെ മോഡൽ സാധനമാണ്. നമ്മുടെ വീനർത്താണ് കമ്പനിയുടെ പേര്. സെറ്റ് തന്നെയാണ്. ഞാൻ പറഞ്ഞ പോലെ വീനർത്ത് എഴുതിയേക്കുന്ന സബ് വൂഫർ. പവർ വരാൻ 50 വാട്ടാണ് വേറെ കാണിക്കുന്നത്. അതിൻ്റെ ഫ്രണ്ട് സെറ് സബ് വൂഫർ, ലെഫ്റ്റ് പവറൊക്കെ കൊടുത്തിട്ടുണ്ട്, സെൻറ്ററൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഓഫ് ഓൺ സ്വിച്ച് എന്ന് പറയണത്. പിന്നെ അതിൻ്റെ ബാക്കിയുള്ള സിസ്റ്റങ്ങളാണ് ഇതൊക്കെ കാണുന്നത്. ഇത് മറ്റേത് കൂളിംഗ് സിസ്റ്റമാണെന്ന് എനിക്ക് സംശയം, ചൂട് വലിച്ചെടുക്കാനുള്ളതെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഇവിടെ ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്, പണ്ടുള്ളതാണ്. അതാണിത്. സെറ്റ് സാധനമാണ്. പിന്നെ അതിൻ്റെ പെയർ ഞാൻ കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ഒറിജിനൽ പെയർ. 2-3 ഉള്ളൂ. നമുക്കിതൊക്കെ തുടച്ച് വൃത്തിയാക്കണം. ഇതാണ് അതിൻ്റെ ഒറിജിനൽ പെയർ. കുറേ ഉണ്ട്, ഒക്കെ കാണേണ്ട കേസ്. അപ്പോൾ നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കണം, സെറ്റാക്കണം. നമ്മളിത് തുറന്ന് കാണിച്ച് കയറി പോവുകയാണ്. അതിനുള്ളിൽ നമ്മൾ തുറക്കുമ്പോൾ നല്ല പൊടി പിടിച്ചിട്ടുണ്ട്. അത് സെറ്റാകണം. നല്ല സ്പീക്കറാണ്, നല്ല അത്യാവശ്യം ക്വാളിറ്റി കിട്ടുന്നുണ്ടൊരു വീരത്തിലൊരു അടിപൊളി സ്പീക്കർ കാണിച്ചെടുക്കുന്ന പൊടി കാണിച്ചത്. ഇങ്ങനത്തെ ഇരുന്ന സാധനം നമ്മൾ യൂസ് ചെയ്യാണ്ടിരുന്ന കേസ്. അപ്പോൾ ഇത് വൃത്തിയാക്കി എടുത്തിട്ട് വേണം അടിപൊളിയാക്കി നമുക്ക് റൂമിലോട്ട് വെക്കാം, സെറ്റാക്കി കേസ്. നമ്മളതല്ല സാധനം വൃത്തിയാക്കി പിന്നെ ഇങ്ങനെയായി. എന്തൊരു പൊടിയാണ്. അപ്പം നമ്മൾ ഫുൾ ഇത് പൊടി മാറ്റിയിട്ട് നമ്മൾ കാണിച്ചത് കേസ്. നമ്മളിത് മാറ്റി എടുത്തിട്ട് നമ്മളെ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളെ പൊടി മറ്റൊക്കെ മാറ്റിയിട്ടുണ്ട്. നമുക്കൊന്ന് ഈ സാധനം നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നേരെ ഇതിന് ഫിറ്റ് ചെയ്യണം. അത് ഒക്കെ സെറ്റാക്കിയിട്ട് നമ്മൾ റൂമിൽ വെക്കും. ക്ലാരിറ്റി കിട്ടാനാണ് ഈ പൊടിയുടെ സൗണ്ടാണ് നമ്മുടെ സ്പീക്കറിൽ നിന്ന് കേൾക്കുക. അപ്പം നമ്മൾ ഈ സ്പീക്കർ വീഡിയോക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത സ്പീക്കറിലേക്ക് പോവാം. നമ്മളിതാ അടുത്തൊരു സ്പീക്കർ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പെയറാണ് കേട്ടോ, ഒറിജിനൽ ബ്ലൂടൂത്ത് അല്ല. അതിൻ്റെ പെയർ അല്ല, ഒറിജിനൽ അതിൻ്റെ പെയറല്ല. ഇത് വേറെ സ്പീക്കറിൻ്റെ പെയറായിരുന്നു. അത് നമുക്ക് നേരെ ഇതിൽ നിന്ന് ഇതിൽ കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇതിൽ ലൈറ്റ് ഉണ്ട്, 2 ട്വീറ്റർ വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു നമ്മൾ സ്പീക്കർ വെച്ചിട്ടുണ്ട്. ADSൻ്റെ ഒരു നല്ലൊരു അടിപൊളി സ്പീക്കർ എന്ന് പറയാം. ഇതിൻ്റെ ഒറിജിനൽ ഉണ്ടായിരുന്നു, പക്ഷേ അത് നാശമായി പോയി ഗൈസ്. അപ്പോൾ അത് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാര്യം നമുക്ക് നോക്കാം. ഇതന്നെ നമ്മൾ അവിടെ വൃത്തിയാക്കി വെച്ച സാധനങ്ങളായിരുന്നു. എന്താ പറയുക, അടിപൊളി എന്താ സ്പീക്കറാണ്. പിന്നെ നമ്മൾ ഓഡിയോ വൃത്തിയാക്കിയതായിരുന്നു. ഈ സാധനം ഊരി മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് തന്നെ കറക്റ്റാക്കി വെച്ചിട്ട് ഒക്കെ സെറ്റാക്കി വെച്ചാണ് യൂസ് ചെയ്തത്. അതിൻ്റെ റെസൊല്യൂഷനെ കൊടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം. കണ്ട ഇതാണ് സാധനം. കണ്ട നമ്മുടെ ഗ്യാസിൻ്റെ ഫ്രീക്വൻസി ആണ്, കാണിച്ചു തരാം. ഇതാണ് ഇതൊക്കെ കുറേ സാധനം എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്പീക്കർ. അത്യാവശ്യം നല്ലൊരു സ്പീക്കർ തന്നെ പറയാം. സൂപ്പർ ബുള്ളറ്റ് ട്വിറ്റർ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. TM ഓഡിയോ സ്റ്റാർ പോലെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മറ്റേ സ്പീക്കർ. അപ്പോൾ ഇത് നമ്മളതിൽ ചേർത്തുന്നതാണ് കേസ്. അത് കാണിച്ചതിൻ്റെ അതേപോലത്തെ ഓർമ്മ കൂടി അതായിരിക്കുന്നത്. അതിനെന്തൊരു പ്രശ്നമുണ്ട്, കാരണം ഇവിടെ കാണിച്ചു തരാം. ഇതിൻ്റെ ബാക്കിൽ ഈ 2 വയറില്ലേ, കാണറിയില്ല, ഈ 2 വയറ് പൊട്ടിപ്പോകുന്ന സാധനമാണ് വരുന്നത്.
നമുക്ക് റെഡിയാക്കി വേണം വെക്കാൻ. എന്നിട്ടാണ് നമ്മൾ സ്പീക്കർ വെക്കാക്കാൻ പോണത്. ഇത് നമുക്ക് 2 സോൾഡർ നൽകണം. അതും നമ്മൾ ഇതിൽ കാണിച്ചു തരാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഇതിലേക്ക് പോയാലോ. സോൾഡർ മെഷീൻ നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ സോൾഡർ മെഷീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അത് നമ്മൾ ഇതിൻ്റെ പ്ലഗ് അവിടെ കുത്തി വെക്കട്ടെ. അത് കുറച്ച് നേരം ചൂടായിട്ട് കാണിച്ചു തരാം. നമ്മൾ കുത്തി വെക്കണം ഗൈസ്. നമ്മൾ കുത്തി വെച്ചിട്ടുണ്ട്. ചൂട് തന്നെ പറയുക. ചൂടാണ് ഗൈസ്. ചൂടാന്ന് എത്ര ചൂടാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് വെക്കാം. ആദ്യം ഒന്ന് ചൂടാവട്ടെ ഗൈസ്. എന്നിട്ട് നമ്മൾ കാണിച്ചു തരാം. നമുക്ക് നേരെ വയർ സോൾഡർ കൊടുക്കാം. നമുക്ക് ആദ്യം തന്നെ അവിടെ ഈ വയറെടുത്തിട്ട് വയറെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ കൊടുക്കണം. നമുക്ക് സോൾഡർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതാ റെഡ് വയർ കറക്റ്റ് സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ കാണുന്നില്ലേ? മാക്സിമം ക്ലിയറിൽ ഇട്ടിട്ടുണ്ട് ഗൈസ്. അത് നമ്മൾ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത ബ്ലാക്ക് വയർ നമുക്ക് സോൾഡർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതാ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിതിപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് എല്ലാം ഫിറ്റ് ചെയ്ത് വെച്ചു. അവിടെ വെച്ചിട്ടുണ്ട്. മറ്റേ സ്പീക്കർ നമ്മളതപ്പോൾ എല്ലാം വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ സാധനവും സെറ്റ് ചെയ്ത് ഹോം തിയേറ്റർ റെഡിയാക്കി എല്ലാം റെഡിയാക്കി. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ എൻഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ബൈ. സീ യു ഗൈസ്. ലൈക്ക് ആൻഡ് ഷെയർ സപ്പോർട്ട്.